ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായതിനു ശേഷം 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു ചെറിയ കുക്കി കട്ടർ എടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡിൽ ഇതുപോലെ ആദ്യം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മറ്റേ പീസ് വെച്ച് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് സെൻറ്ററിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ മസാല മതിയാകും. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ പീസായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചീസൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.